അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘത്തിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നു. സലിം, അങ്ങനെ ഒരു സ്വകാര്യ ബില്ലൊക്കെ ഏതോ കാലത്ത് സഭയിലേക്ക് വന്നതാണെങ്കിലും വെളിച്ചം കാണാതിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് യുക്തിവാദി സംഘത്തിന്റെ ആവശ്യം? സലിം. ഹഷ്മി, കേരള യുക്തിവാദി സംഘം ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന് ഭാഗമായ ഒരു ബില്ല് അവതരിപ്പിക്കണം, അത് അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഇവിടെ ഈ സമരം കൗതുകമുള്ള ഒരു സമരം കൂടിയാണ്. കാരണം ആദ്യം ഈ സമരം തുടങ്ങുന്നത് മാർച്ച് എന്ന നിലയിൽ ഇവിടേക്ക് എത്തിക്കൊണ്ട് ആ സമരം വരുമ്പോൾ ഒരു കാർ കെട്ടിവലിച്ചുകൊണ്ട് അത് ശരീരത്തിൽ കൊളുത്തി കാർ കെട്ടിവലിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതേ മട്ടിൽ തന്നെയുള്ള ഒരു കാർ കെട്ടിവലിച്ചുകൊണ്ട് ആണ് ഇവിടെ ഈ സമരം ആരംഭിച്ചത്. അതിനുശേഷം അല്പസമയം മുൻപ് നമ്മൾ ഈ കാണുന്ന പാത്രത്തിൽ ഇവർ തലയിൽ തീ വെച്ച് വെള്ളം തിളപ്പിക്കുകയും അതിനുശേഷം അത് കുടിക്കുകയും ചെയ്യുകയായിരുന്നു. അത് ഇവർ പറയുന്നത് സാധാരണഗതിയിൽ മന്ത്രവാദികളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന കാര്യമാണ്. തണുത്ത തുണി തലയിൽ വെച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകുന്നതുമില്ല. സാധാരണക്കാരെയൊക്കെ പറ്റിക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരായാണ് തങ്ങളുടെ ഇത്തരം പ്രവൃത്തി എന്നാണ് പറയുകയും ചെയ്യുന്നത്. നേരത്തെ ചേട്ടൻ തലയിൽ തീയൊക്കെ വെച്ച് കത്തിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ അത് എന്ത് സന്ദേശമാണ് അതിൽ കൂടെ കൊടുത്തത്? അത് ഈ ദിവ്യന്മാര് അവരുടെ ദിവ്യശക്തി കൊണ്ട് ഇങ്ങനെ തലയിൽ നനഞ്ഞ തുണിയിട്ടിട്ട് കത്തിച്ച് ദിവ്യത്വം വെളിപ്പെടുത്താറുണ്ട്. അപ്പം അത് തെറ്റാണ് എന്നും സാധാരണ ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത് ഉദാഹരണമായിട്ടാണ് കാണിച്ചത്. തലയിൽ തീയിട്ട് കത്തിച്ചിട്ട് ആ വെള്ളം തലയിൽ വെച്ച് ചൂടാക്കുന്നു, അത് കുടിക്കുന്നു, അങ്ങനെയൊക്കെയാണല്ലോ പ്രതിഷേധം. അതെ 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 അത് തന്നെയാണ്. അതായത് അന്ധവിശ്വാസങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഗോത്ര വിശ്വാസങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അതായത് യുഗങ്ങൾക്ക് പുറകിലോട്ട് പോകാനുള്ള ഒരു ശ്രമം സ്ഥാപിത താല്പര്യക്കാർ നടത്തുന്നുണ്ട്. അതിനെതിരെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പാസാക്കി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുക്തിവാദി സംഘം ഈ പ്രകടനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മാർച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു കാറ് കെട്ടി വലിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അപ്പോൾ അത് ഈ ഇത്തരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി വഴിയൊരുക്കുന്നതല്ലേ? അങ്ങനെ തിരിച്ചാണ്. അതായത് എന്നോ നശിച്ചുപോയ വിശ്വാസങ്ങളെ ഇപ്പോഴും നമ്മൾ പുനരുജ്ജീവിച്ച് കൊണ്ടുവന്ന് ഗരുഡൻ തൂക്കം പോലുള്ള ദിവ്യത്വം അവതരിപ്പിക്കുന്നതിനെതിരെ അതിന്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങളത് കാണിച്ചത്. ഇത് ആർക്ക് വേണമെങ്കിലും സാധാരണ ചെയ്യാവുന്ന കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് കാണിച്ചത്. ഹാഷ്മി, അതാണ് എന്തായാലും ഒരു കൗതുകമുള്ള സമരമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയത്. അവരുടെ ആവശ്യങ്ങൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കുക, അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 6 വർഷം മുൻപ് ഒരു ബില്ലിന്റെ കരട് രൂപം ഇവർ തന്നെ തയ്യാറാക്കി നൽകിയിരുന്നു. പക്ഷേ അത് സഭയിലോ മറ്റോ എങ്ങും അവതരിപ്പിച്ചതുമില്ല എന്നുള്ളതാണ് ഇവർ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ പറയുകയും ചെയ്യുന്നത്. ഹാഷ്മി, ഓക്കെ, സ്വകാര്യ ബില്ല് എല്ലാത്തിനും വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ കാലം യുക്തിവാദി സംഘങ്ങളുടെ ഇത്തരം സമരങ്ങൾ ഇത്തരം വ്യത്യസ്തത നിറഞ്ഞ സമരങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇത്തവണ അവർ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലൊക്കെ അവതരിപ്പിക്കണമെന്നാണ്. അതൊക്കെ കുറച്ച് സങ്കീർണമാണ്. അതിന് കുറച്ചൊക്കെ ഇച്ഛാശക്തിയൊക്കെ ഉണ്ടാവണം. അതിനൊക്കെയുള്ള ഏതെങ്കിലും ഒരു സർക്കാർ നമ്മൾ കുറ്റപ്പെടുത്തുന്നതല്ല. അതിനൊക്കെ പല ഘടകങ്ങളൊക്കെ നോക്കി വേണം അതുണ്ടാവാൻ. ആ ഘടകങ്ങളൊക്കെ നോക്കി ഇവരുടെ ആവശ്യം യാഥാർത്ഥ്യമാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രതിഷേധം നടക്കട്ടെ.